പറ ആടുജീവിതം 2.0 ഞങ്ങളിപ്പോൾ അവിടെ ഒരു എല്ല് കണ്ടു ഗൈസ്. ഈ ബസ്സിലായിരുന്നു ഞങ്ങൾ കയറിയിരുന്നത്. കൂടെ കണ്ടു. പക്ഷെ ബസ് എന്തോ പ്രശ്നം പറ്റി, അവിടെ നിർത്തി പുറത്തിറക്കി, ബാക്കി പൈസയും തന്നില്ല. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ ഷിംലയിലാണ്. അപ്പോൾ ഷിംലയ്ക്ക് വരാണ്ടായ ഒരു സ്റ്റോറി തന്നെ കുറച്ച് വലിയ സ്റ്റോറിയാണ്. ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം. നമുക്ക് കുറേ ദിവസം യൂണിവേഴ്സിറ്റി ലീവ് തട്ടി. അപ്പം എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിരിക്കണ്. രാവിലെ എണീറ്റിപ്പോൾ സീനിയേഴ്സൊക്കെ ബാഗും പാക്ക് ചെയ്ത് ലഡാക്ക് പോവാണ്. ഞങ്ങൾ മാത്രം, ഞാനും നന്ദനയും മാത്രമേ ഉള്ളൂ അങ്ങോട്ടും പോകാൻ പ്ലാൻ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണേ. അപ്പം തന്നെ ഞാൻ അവളടുത്ത് പറഞ്ഞു നമുക്ക് ലാസ്റ്റ് വില്ലേജിൽ പോയാലോ എന്ന്. അപ്പോൾ ലാസ്റ്റ് വില്ലേജ് ഇവിടെ ഷിംല ചിത്കുള് ആണ്. അപ്പം ചിത്കുള് പോകാമെന്ന് പ്ലാനാക്കി. ഒന്നും നോക്കിയില്ല, കിട്ടിയ കുപ്പായവും പെട്ടിയും പണമാണൊക്കെ എടുത്ത് അപ്പം തന്നെ നമ്മൾ ഇറങ്ങി. ചിത്കുള് പോകണോണ്ട് തന്നെ ഷിംല വഴിയാണല്ലോ ചിത്കുള് പോവുക. അപ്പോൾ എന്തായാലും ഷിംല ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഷിംലക്കും 2 ദിവസം ചിത്കുളിനും പ്ലാൻ ഇട്ട് ടോട്ടൽ 3 ദിവസമായിരുന്നു ഞങ്ങൾ ഈ ഷോർട്ട് ട്രിപ്പിൻ്റെ പ്ലാന്. കാരണം നമ്മൾ കയ്യിൽ കുറേ പൈസ ഇല്ല. ആകെ ഞങ്ങളൊരു പ്ലാന് ഒരു 1500 നിർത്തണം എന്നുള്ള ബഡ്ജറ്റ് നിർത്തണം എന്നുള്ളതായിരുന്നു ഞങ്ങളെ മെയിൻ പ്ലാന്. സോ 3 ദിവസം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. ഷിംലയ്ക്ക് രാത്രി ധരംശാലയിൽ നിന്ന് ബസ്സുണ്ട്. നമുക്ക് ഹിമാചലിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഗേൾസിന് കൺസെഷൻ ഉള്ളതുകൊണ്ട് തന്നെ HRTC കയറിയാൽ പകുതി പൈസേൻ്റെ അടുത്ത് നമുക്ക് കുറഞ്ഞിട്ടും അതും നമുക്ക് ലാഭമാണ്. സോ ഞങ്ങൾ HRTC എടുത്തിട്ടാണ് പോയത്. അങ്ങനെ രാത്രി ഞങ്ങൾ ബസ് കയറിയിട്ട് രാവിലെ ആണ് നമ്മൾ ഷിംലയിലെത്തിയത്. രാവിലെ തന്നെ നമ്മൾ ഷിംലയിലെത്തിയിട്ടുണ്ട്. ഷിംല മൊത്തം ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. മൊത്തം നല്ല ഏകദേശമൊക്കെ കവർ ചെയ്യണം, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പ്ലേസൊക്കെ പോകണമെന്ന് ഞങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അപാര റൈഡർ നന്ദന കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു സ്കൂട്ടി എടുക്കാമെന്നുള്ള പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂട്ടി എടുക്കണതാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ലാഭം. കാരണം നമ്മൾ ലിഫ്റ്റ് അടിച്ച് എങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും പൈസ കുറേ പോവും. അപ്പം ലിഫ്റ്റ് അടിച്ച് പോകുമ്പോൾ പൈസ പോവില്ല. പക്ഷേ നമ്മൾ ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി ടൈമും വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ അതിനും നല്ല നമ്മളൊരു സ്കൂട്ടി എടുക്കാമെന്നുള്ളതാണ്. ബൈക്ക് എടുക്കുമ്പോൾ കുറച്ച് പൈസ കൂടും, സ്കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാവുന്നത്. പിന്നെ 2 പേരുള്ളതുകൊണ്ട് തന്നെ ഫുൾ സ്പ്ലിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂട്ടി എടുത്ത് ഫുള്ള് കറങ്ങി. ഷിംലയിൽ തന്നെ കുറേ സ്ഥലം ഞങ്ങൾ കറങ്ങി. കുറേ സ്ഥലം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ നമുക്ക് ആ ഒരു ചിത്കുളായിരുന്നു മെയിൻ ഫോക്കസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ എടുക്കുന്ന എടുത്തില്ല എന്തോ. അപ്പോൾ ലക്കർ ബസാർ പോയി, പിന്നെ ചർച്ചിൽ പോയി, ദ റിഡ്ജിൽ പോയി, കുഫ്രി പോയി. അങ്ങനെ കുറേ ചർച്ച് ഞങ്ങൾക്കറിയാം, ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അവിടെ പോയി. പിന്നെ ഒരു ആർമി ഹെറിറ്റേജ് മ്യൂസിയം പോയി. അങ്ങനെ കുറേ സ്ഥലം പോയി. പക്ഷേ നമ്മുടെ സീസൺ കറക്റ്റ് അല്ല നമ്മൾ വന്നത്. കാരണം ഇത് ചിത്കുൾക്ക് വേണ്ടിയിട്ടുള്ള സീസൺ നോക്കിയാണ് വന്നത്. കാരണം നല്ല തണുപ്പായ ചിത്കുൾക്ക് പോകാനേ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ ടൈമിന് പോയാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് പോയത്. കറക്കത്തിനിടയിൽ ഞങ്ങൾ വഴിയൊക്കെ തെറ്റിപ്പോയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങനെ കുറേ ഈ സ്ഥലം കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ പിന്നെ പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ കറങ്ങി പിന്നെ ഇവിടെ എൻ്റെ എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് റോഡില്ല. അപ്പോൾ പിന്നെ തിരിച്ചു തന്നെ പോകും. ഈ ടൈമിൽ നമുക്ക് എല്ലാം വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഈ ഒരു ദീദീൻ്റെ ഷോപ്പിൽ എത്തി. എന്തോ ഈ ഷോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നോർത്തിൽ വന്നിട്ട് ഏറ്റവും ടേസ്റ്റായിട്ട് പൊറാട്ട മറ്റേ ഇവിടെ പറാന്തയാണ്, നമ്മൾ നാട്ടിൽ പൊറാട്ടല്ലേ അതല്ല. അപ്പോൾ അങ്ങനെ പറാന്ത കഴിച്ച് ആദ്യമായിട്ട് ഇവിടുന്നക്കാരം നല്ല ടേസ്റ്റേനു.
शुद्ध पानी सबसे बड़ा शुद्ध पानी शू एല്ലാം നനഞ്ഞ് 24/7 റണ്ണിങ് വാട്ടർ അയ്യോടാ ഉമ്മ കഥ അയ്യോ എന്ത് ചെറുതാ നോക്കുന്നത് കൊറേനെ എന്താ പേര് പേരെന്താ പുരുഷോത്തമൻ നായർ അയ്യോ കണ്ണട പിടിക്കരുത് കണ്ണട നിൽക്കുന്നു കണ്ണട നക്കിയാലേ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വല്ല വീട്ടിൽ പോവാ വെച്ചോ നിലത്ത് അയ്യോടാ ക്യൂട്ട് കുട്ടി അങ്ങനെ ഷിംലത്ത് കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി തന്നെ ഷിംലെന്ന് റിക്കോംപിയോക്ക് ബസ് കയറി. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ 1000 രൂപ നമുക്ക് ഇവിടെ പോയി. ഈ ഷിംല കറക്കത്തിലും എല്ലാത്തിലും നമ്മൾ 1000 രൂപ തീർന്നു. ഇനി ആകെ ഞങ്ങൾ കയ്യിലുള്ള 500 രൂപ മാത്രമാണ്. രണ്ടാളും കൂടി കൂട്ടാണെങ്കിൽ 1000 രൂപ. അങ്ങനെ ഈ ഒരു 1000 രൂപയും കൂടി കൂടിയിട്ട് വേണം നമുക്ക് റിക്കോംപിയോ പോകാൻ. പക്ഷേ ഒരു വിഷയം എന്താ വെച്ചാൽ റിക്കോംപിയോക്ക് ബസ് HRTC കിട്ടിയില്ല, പ്രൈവറ്റിൽ തന്നെ പോകണം. അതിനുണ്ട് 500 രൂപ. അപ്പോൾ പിന്നെ ആ 500 കാലി. അപ്പം ഞങ്ങൾ എന്തായാലും ചിത്കൂൾ പോകണമല്ലോ എന്നുള്ളൊരു പ്ലാനും വെച്ചാണ് വന്നുകൊണ്ട് തന്നെ പിന്നെ വേറെ എന്ത് അവിടെ സംഭവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ട് ആ 500 രൂപ അങ്ങോട്ട് വീശി ബാക്കി ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ രാവിലെ റിക്കോംപിയോയിലെത്തി. അവിടുന്ന് പിന്നെ 5 പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല. സോ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഫുൾ ലിഫ്റ്റ് അടിക്കുക അങ്ങനെ പോകാമെന്നുള്ളൊരു പ്ലാനായി. റിക്കോംപിയോയിലെത്തിയപ്പോൾ ഈ ഒരാളെ പരിചയപ്പെട്ട്. ഇയാൾ മധ്യപ്രദേശിൽ നിന്നാണ്. ഇയാൾ പേരെനിക്കറിയില്ല. മൂപ്പര് ഞങ്ങൾ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പേര് ഞാൻ മറന്നുപോയി. കുറച്ച് വലിയൊരു പേരാണ്. BSF ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് മലയാളം അറിയാം. അതാണ് ഞങ്ങൾ അന്തം വിട്ടെ. അയാൾ ഞങ്ങൾ സംസാരിക്കണ കേട്ടിട്ട് അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ മലയാളി പറഞ്ഞാൽ മലയാളിയല്ല, ഞാൻ മധ്യപ്രദേശാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ മലയാളം അറിയാമെന്ന് ചോദിച്ചപ്പോൾ അയാളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു 2-3 ആൾക്കാർ മലയാളികളുണ്ട്, തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നൊക്കെയുള്ള. അവരെ പരിചയപ്പെട്ട് അങ്ങനെ അവർ നമുക്ക് കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് ഫുഡൊക്കെ തന്ന് ആ ശരിക്ക് അൺഎക്സ്പെക്റ്റഡ്ലി നടന്നത്. എന്ത് കഴിക്കും, ആകെ ഒരു ആപ്പിളോ 2 ആപ്പിളറ്റ് ഉണ്ട് ഞങ്ങളെ കയ്യിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലായിരുന്നു. അപ്പം ഇത് എന്ത് കഴിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുക. പിന്നെ ആ വഴിക്കൂടെ പോകുമ്പോൾ ഒരു ഷോപ്പുമില്ല, ഒന്നുമില്ല, ഒരു കഷ്ടപ്പാട്. പിന്നെ അത്യാവശ്യം എക്സ്പെൻസുമാണ് അവിടെ. അപ്പം അവർ ഫുഡൊക്കെ തന്ന് നമുക്ക് ഫ്രഷ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ സെറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അവർ HRTC NSA നമുക്ക് കിട്ടി. അവിടുന്ന് എന്നിട്ട് ചിത്കുളിലേക്ക് നമ്മൾ ബസ് കയറി. പിന്നെ അങ്ങോട്ട് ഫുള്ള് അത്ഭുതകരമായ യാത്രയായിരുന്നു. ഫുള്ള് എന്താ വിചാരിച്ചാൽ വലിയ വലിയ മലകൾ ഇപ്പോൾ പോകും നമുക്ക് തോന്നും, പക്ഷെ വികൂല അങ്ങനത്തെ മലകളാണ്. അങ്ങനെ അതിലൂടെയൊക്കെ നമ്മളിങ്ങനെ കുത്തിക്കുലുങ്ങി സീറ്റൊന്നും ഇല്ലേനു. ബസ്സിലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ നമ്മളിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിക്കാം, എന്താ അറിയില്ല. എന്നിട്ട് ഇങ്ങനെ കുത്തിക്കുലുങ്ങി കിട്ടിയ സീറ്റിൽ വരുന്ന ഈ ലഗേജൊക്കെ കെട്ടിപ്പൊറുക്കി നമ്മൾ പോയി. പക്ഷേ കുറച്ച് കണ്ടെത്തിയപ്പോൾ ഒരു സംഭവം എന്താ വെച്ചാൽ ബസ് ബ്രേക്ക് ഡൗൺ ആയി. ഇപ്പം എന്താ ചെയ്യുക, അതിൻ്റെ ഒരു മിഡിലിൽ കൊണ്ടുപോയി നിർത്തിയും ചെയ്ത് ഇനി അങ്ങോട്ട് കുറേ ഒരു 4 അവർ യാത്ര ഉണ്ട്. അവർ നമ്മൾ ഇറക്കി വിട്ടും ചെയ്തു, പൈസയും തന്നില്ല. ഈ വെയിലത്ത് ഈ നട റോട്ടിൽ പെട്ട ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എന്നെ കാണണ്ട സാധാ പറ ആടുജീവിതം 2.0. ഞങ്ങളിപ്പോൾ അവിടെ ഒരു എല്ല് കണ്ടു ഗൈസ്. ഒരു ആനിമൽ ഈ ബസ്സിലായിരുന്നു ഞങ്ങൾ കയറിയിരുന്നത്. കൂടെ കണ്ടു. പക്ഷെ ബസ് എന്തോ പ്രശ്നം പറ്റി അവിടെ നിർത്തി പുറത്തിറക്കി, ബാക്കി പൈസയും തന്നില്ല. എന്നിട്ട് ഈ വെയിലത്ത് ഒറ്റൊന്നും പൈസ ചോദിച്ച് വാങ്ങില്ല. ഇനി ഇവർ റിച്ച് ആയതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ കുറേ ചോദിച്ചു, പക്ഷെ അതിലേറെ അടി ഉണ്ടാക്കണമൊക്കെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ
ഓവർ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചു. നല്ല വെയിലാണ്, കത്തുന്ന വെയിൽ. ടാനടിച്ചു ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ. പക്ഷേ തണുക്കുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനിവിടെ തണുപ്പും വെയിലും ഒരുമിച്ചവരുമായ ഒരു ക്ലൈമറ്റ്. തണുപ്പും വെയിലും വന്നാൽ വേണക്കുറുക്കൻ്റെ കല്യാണമാണോ ഗൈസ്? മഴയും വെയിലും ആണല്ലേ. ഇത് കണ്ടോ? അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു, ലിഫ്റ്റ് അടിച്ചു. പിന്നെ അങ്ങോട്ട് മൊത്തം ലിഫ്റ്റായിരുന്നു. ലിഫ്റ്റ് ഇടിക്കുക. പിന്നെ നമ്മൾ ഗേൾസ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് നമുക്ക് ലിഫ്റ്റ് ഇട്ടായിരുന്നു. കാരണം ഇവരിങ്ങനെ നിൽക്കണം കാണുമ്പോൾ ആർക്കായാലും ഒരു ഇതുണ്ടാവുമല്ലോ, ഈ വെയിലത്ത് നിൽക്കല്ലേ. ലാസ്റ്റ് ഞങ്ങൾക്ക് ലിഫ്റ്റ് അടിച്ച് കുറേ വണ്ടി കിട്ടി. ഇങ്ങനെ മാറി കയറുമായിരുന്നു. ഈ ഒരു വണ്ടി കയറും, നിങ്ങൾ എത്ര ഇഷ്ടമുള്ള പോകണം അവിടെ വെച്ച് ഞങ്ങളെ കൊണ്ടുപോകാൻ ഇറക്കുക. ആ ഒരു സ്കീമേ നമ്മൾ അങ്ങനെ പോയി. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ സാങ്കിളെത്തിയപ്പം സാങ്കിളിൽ നിന്ന് ഞങ്ങൾക്കൊരു ലിഫ്റ്റ് കിട്ടി. അവർ നമ്മളെ നല്ല ഹെൽപ്പ് ചെയ്തതാണ്. അവർ നമ്മൾ ചിത്കുളറ്റം കൊണ്ടുപോയി അവിടെ മൊത്തം കാറിൽ ചുറ്റി കാണിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങണമെങ്കിൽ ഇറക്കി തന്നു. അവർക്ക് ശരിക്കും അങ്ങോട്ടല്ല പോകേണ്ടിന്, പക്ഷെ അവർ അത്രയും ഹെൽപ്പ് ചെയ്തു. ഈ ചിത്കുള് പോണ വഴിയിൽ കുറേ അസ്ഥിക്കൂടും എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്ക് തോന്നുന്നത് മൃഗങ്ങളുടെ ഒക്കെ ആയിരിക്കും. പിന്നെ അവിടെ ഒന്നും ഒരു കട ഒന്നുമില്ല. നമുക്ക് വെള്ളം കിട്ടണേ വരെ ഭയങ്കര കഷ്ടപ്പെടാം. ഇങ്ങനെ റോഡ് ഇങ്ങനെ ആണെങ്കിൽ കുഞ്ഞു റോഡാണ്, സൈഡിൽ വലിയ കൊക്ക പോലെ, എന്നിട്ട് ഫുള്ള് പുഴ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഷോപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ പെട്ടതാണ്. വണ്ടി ഒന്നും കിട്ടിയില്ലെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ ഒന്നും നോക്കണ്ട. പിന്നെ ഞങ്ങൾ പിന്നെ പോയ അവിടുന്ന് ലിഫ്റ്റ് അടിച്ച് പോയിട്ട് നമുക്ക് ഒറ്റ ബസ്സൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ആകെ ആ ഒരു ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ട്. പിന്നെ ബസ്സൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ചിത്കുളം നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. റിസ്ക്കിയാണ് പോകാൻ, ഭയങ്കര റിസ്ക് ഉണ്ട്. ഞങ്ങളൊക്കെ കുറേ റിസ്ക് എടുത്തു. പിന്നെ സ്വന്തം വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ സീൻ ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ പോകാൻ കുറച്ച് റിസ്ക് തന്നെയാണ്. എന്നിട്ട് അവിടെയൊക്കെ പോയി ഭയങ്കര തണുപ്പേനു. തണുത്തിട്ട് മനുഷ്യന് എനിക്ക് ഭയങ്കര സീനേനു. തണുത്തിട്ട് ഫുൾ വയലറ്റ് കളറായിരുന്നു ഞാനൊക്കെ. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലമായിട്ടുള്ള ചിത്കുളെത്തി. ശരിക്കും എന്താ പറയുക, നല്ല സന്തോഷം. നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവിടെ എത്തിയല്ലോ, കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അവിടെ ചൈന ആ ഒരു ബോർഡർ ഉണ്ട്, ഇന്ത്യ ചൈന ബോർഡർ ഉണ്ട്. അവിടെ ആർമി ആൾക്കാരാണ്. അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അവിടെയൊക്കെ കണ്ടിങ്ങനെ ഫുൾ കറങ്ങി പോന്നു. ചെറിയൊരു സ്ഥലമാണ് ചിത്കുളം എന്ന് പറയുന്നത്. അവിടെ ഫുള്ള് കണ്ട് നല്ല രസമുണ്ട്. എന്തായാലും മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലമാണ്. അവിടെയും അത്രയും തണുപ്പായിട്ട് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായി. ഞാനൊക്കെ മറ്റേ അട്ടിക്ക് കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. പക്ഷെ അവിടുത്തെ ദീദിമാരൊക്കെ ഫുള്ള് സാധാ ഡ്രസ്സും ഒരു ചെറിയൊരു വിൻ്റർ ജാക്കറ്റല്ല, വിൻ്റർ ക്ലോത്ത് പോലത്തെ ഒരു ചെറിയ സാധനം ഇട്ടണം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അവരങ്ങനെ സാധാ നമ്മളെ ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നു. എനിക്ക് ശരിക്കും അത്ഭുതമായി കണ്ടപ്പോൾ. ഞാൻ തണുത്തിട്ടാണ് എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഫുള്ള് കറങ്ങി
അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ ഒരു 2 ചായ കുടിച്ചതിന് നമുക്ക് 100 റുപ്യ പോയി. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മളെ കയ്യിലുള്ള പൈസ മൊത്തം തീർന്ന്. ഇനി തിരിച്ചു പോകാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. ആ സമയം ഒരു 4 o'clock ആ ടൈം ആ സമയമായി. എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു, ഒന്നും നോക്കിയില്ല. കിട്ടുന്ന വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. കൂടുതൽ ടൈം ലേറ്റായി വണ്ടി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നടന്ന് ലിഫ്റ്റ് അടിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് ലിഫ്റ്റ് ഇട്ടാണ്. ചില സമയത്ത് ഞങ്ങളൊരു അരമണിക്കൂറൊക്കെ നിൽക്കേണ്ട അവസ്ഥ അന്ന്. പിന്നെ എന്ത് ചെയ്യാൻ, അങ്ങനെ നടന്നു. വേറെ വഴിയൊന്നുമില്ലല്ലോ, എന്തായാലും നാട്ടിലെത്തും വേണം. കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. കയ്യിൽ പൈസയില്ല, ഫുഡും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നു കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു. അത് മാത്രം തിന്നിട്ടാണ് ഞങ്ങളെ വിശപ്പന്നെ അടക്കി. ഇനി പൈസ ഉണ്ടായാലും ഇവിടെയൊക്കെ പൈസ കൊടുക്കാറുണ്ട്. ചായക്ക് തന്നെ 1-ന് 50 റുപ്യ എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പാടാണ്. പക്ഷേ എന്താ പറയുക, ഫുൾ ഭാഗ്യം. ഞങ്ങൾക്ക് കുറേ ലിഫ്റ്റ് കിട്ടി. ലിഫ്റ്റിൽ കയറി. ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ലിഫ്റ്റ് കിട്ടി. അതൊരു 1-2 hour ആ വണ്ടിയിൽ തന്നെ പോയത്. അതിലൊരു ലേഡി, അവരുടെ വൈഫ്, അതിലൊരു ലേഡി അവരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അവർ ഫുൾ നമ്മളടുത്ത് നല്ല കമ്പനിയായി, നല്ല സംസാരിച്ച്. അവർക്ക് അത്ഭുതം, നമ്മളിങ്ങനെ വന്നിട്ട്. ഞങ്ങൾക്ക് തന്നെ അത്ഭുതം. ഞങ്ങളിവിടെ എത്തിയപ്പോഴാണല്ലോ നമുക്ക് ഇതിൻ്റെ റിസ്ക് മനസ്സിലായി. നമുക്ക് അതിനെ മുന്നേ അറിയില്ലല്ലോ ഇതിന് ഇത്ര റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ അവരെ വണ്ടിയിലും അങ്ങനെ യാത്രയാക്കി. അവരിവിടെ ധർമ്മശാല ഉള്ളതിനു. അപ്പോൾ പിന്നെ നമുക്കൊന്നുകൂടി കണക്റ്റ് ആവാൻ എളുപ്പമായി. എന്താ അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഷോപ്പിൽ കയറി ചായ കുടിച്ചു. ചായക്ക് എത്രയായി? നല്ല എക്സ്പെൻസീവാണ് ചിത്കൊള്ളെ. പക്ഷേ ഗൈസ് കൊള്ളാം, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഡ്രീം പ്ലേസ് കണ്ടു. ആൻഡ് എന്തെന്നാ പറ, ഹൗസ് ഇറ്റ് എ ഡ്രീം പ്ലേസ്? കൈയൊക്കെ ആകെ മൊത്തം വയലറ്റായി. ജീവൻ ഉണ്ടെങ്കിൽ തിരിച്ച് കാണാം. ഇവിടുന്ന് കാണുന്ന ലുക്ക് കിട്ടണില്ല. എനിക്ക് ഇത്രയും കാലം പോയാൽ ഏറ്റവും ബെസ്റ്റ് യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിത്കുളം തന്നെയായിരുന്നു. കാരണം അത്രയ്ക്കും അഡ്വഞ്ചറസ് എന്നൊക്കെ പറയാം. അത്രയ്ക്കും റിസ്കി ട്രിപ്പായിരുന്നു. നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. കുറേ എക്സ്പീരിയൻസ് ചെയ്താണ് പോയത്. അടിപൊളി. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.